എപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കിയാലും നടുവിൽ ജനിച്ച ഈ കുട്ടിക്ക് മാത്രം കിട്ടാറില്ല. ഒന്ന് അനിയനും മറ്റൊന്ന് ചേച്ചിക്കും കൊടുക്കുന്നു. ഇവൾക്ക് മാത്രം ബീൻസ് ആണ് കഴിക്കാൻ കൊടുക്കുന്നത്. അതൊട്ടും ഇഷ്ടമില്ലെങ്കിലും വേറെ വഴിയില്ലാതെ അവൾ അത് കഴിക്കുന്നു. അതുപോലെ അനിയൻ ആഗ്രഹിച്ചാൽ അവന് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐസ്ക്രീം എല്ലാം വാങ്ങിക്കൊടുക്കുന്നു. അവൾക്ക് ലോക്കലായിട്ടുള്ള ഐസ്ക്രീമും വാങ്ങിക്കൊടുക്കുന്നു. ഒരു ദിവസം അവളുടെ അമ്മാവൻ അവൾക്ക് തനിയെ ഫ്രൈഡ് ചിക്കൻ വാങ്ങിക്കൊടുക്കുന്നു. അവൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അവളുടെ അമ്മ 2 ലെഗ് പീസ് എടുത്ത് അനിയനും ചേച്ചിക്കും കൊടുക്കുന്നു. ബാക്കിയുള്ള പീസ് മാത്രമാണ് അവൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവൾക്ക് ആദ്യമേ ഒന്നും കിട്ടാറില്ല. പക്ഷേ ചേച്ചിയുടെ മേക്കപ്പ് കിറ്റ് എടുത്ത് ഉപയോഗിച്ചാൽ പോലും ചേച്ചി വിട്ടുകൊടുക്കാതെ വഴക്കിന് വരുന്നു. അങ്ങനെ ഇരിക്കെ അവൾ കുറെ കാലമായി ഒരു കാര്യം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എന്തെന്ന് വെച്ചാൽ അവൾക്ക് എങ്ങനെയെങ്കിലും ടിവിയിൽ വന്ന് ഫേമസ് ആവണം. അതിനായി നാട്ടിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ മഡഗാസ്കർ എന്ന ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പരേഡിൽ പങ്കെടുക്കാൻ ദിവസവും പരിശീലനത്തിനായി പോകുന്നു. അതവൾക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും ടിവിയിൽ വരണമെന്നുള്ള ആഗ്രഹം കാരണം എല്ലാം സഹിക്കുന്നു. എന്നാൽ അവളുടെ നിർഭാഗ്യവശാൽ ഇത്രയും നാൾ പരിശീലനം ചെയ്തിരുന്ന മഡഗാസ്കർ ഈ വർഷം ഒളിമ്പിക്സിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അവളുടെ ഒരേ ഒരു ആഗ്രഹവും നടക്കാതെ പോകുന്നു. അവൾ നിരാശയിലാകുന്നു. ആഗ്രഹിച്ച ഒരു കാര്യവും നടക്കാതെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി ക്യാൻഡിൽ വെച്ച് ഊതുന്നു. അവൾ ഊതിക്കഴിഞ്ഞതും അടുത്തത് വരാൻ പോകുന്നത് ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അതേ കേക്കിൽ തന്നെ ക്യാൻഡിൽ വെച്ച് ഊതാൻ പറയുന്നു. അപ്പോൾ അവൾക്ക് ദേഷ്യമടക്കാൻ കഴിയും. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുന്നു. ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ഒരു മുട്ട പോലും കിട്ടാറില്ല. എന്തിനാണ് എന്നെ ജനിപ്പിച്ചതെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വീട് വിട്ടുപോകുന്നു. അപ്പോഴാണ് അവർക്ക് അവളുടെ മനസ്സിലെ കഷ്ടപ്പാടുകൾ മനസ്സിലായത്. അടുത്ത ദിവസം ഒളിമ്പിക്സ് സ്റ്റാർട്ട് ആകുന്നു. ടിവിയിൽ ലൈവും നടന്നുകൊണ്ടിരിക്കുന്നു. അവൾ ഏത് നാടിനു വേണ്ടിയാണ് വരാൻ പോകുന്നതെന്ന് കുടുംബം ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. എന്നാൽ അവൾ ഉഗാണ്ടയ്ക്ക് സപ്പോർട്ടായി വരുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ ടിവിയിൽ വന്നതിന് കുടുംബവും സന്തോഷിക്കുന്നു. അന്ന് നേറ്റ് അവളുടെ അച്ഛൻ അവളെ തനിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവളോടുള്ള സ്നേഹം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷം അച്ഛനും മകളും തനിയെ കേക്ക് കട്ട് ചെയ്ത് സന്തോഷിക്കുന്നു.